നമസ്കാരം. വിവാദങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് നടനും തൃശൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം സുരേഷ് ഗോപിക്ക് സ്വാഗതം അറിയിച്ചത്. വളരെ കാലമായി സ്നേഹബന്ധം പുലർത്തി പോരുന്നവരാണ് താനും സുരേഷ് ഗോപിയെന്നും അദ്ദേഹം പോസ്റ്റിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. തന്നെ കാണാൻ വരാൻ സുരേഷ് ഗോപിക്ക് ആരുടെയും അനുവാദം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലെന്നും എന്നും എപ്പോഴും സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. സ്നേഹിക്കുന്നവർക്ക് തന്നെ കാണാൻ എപ്പോഴും വരാമെന്നും കലാമണ്ഡലം ഗോപി പറയുന്നു. നേരത്തെ സുരേഷ് ഗോപി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന കലാമണ്ഡലം ഗോപിയുടെ മകന്റെ ആരോപണം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. അടുത്തിടെ ചേലക്കരയിലെ LDF സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ കെ രാധാകൃഷ്ണന് വേണ്ടി കലാമണ്ഡലം വോട്ട് അഭ്യർത്ഥിച്ചതോടെ വിവാദം കൂടുതൽ കനത്തിരുന്നു. എന്നാൽ ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ ഉതകുന്നതിനാണ് ഏറ്റവും ഒടുവിൽ ഗോപിയാശൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച ഈ കുറിപ്പ്. ഇനി സുരേഷ് ഗോപി ക്ഷണം സ്വീകരിക്കുമോ എന്ന കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതേസമയം സുരേഷ് ഗോപിയുടെ പേരിൽ ഒരു പ്രമുഖ ഡോക്ടർ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു പങ്കുവച്ച കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു. പിതാവിനെ കാണാൻ വരണമെന്ന് സുരേഷ് ആഗ്രഹം പ്രകടിപ്പിച്ചതായും പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ വിളിച്ച ഡോക്ടർ ഗോപി ആശാന് പത്മഭൂഷൺ കിട്ടേണ്ടേ എന്ന് ചോദിച്ചതായും ആരോപണം ഉയർന്നിരുന്നു. അങ്ങനെയുള്ള പത്മഭൂഷൺ വേണ്ടെന്ന് അച്ഛൻ മറുപടി നൽകിയതായി രഘു പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയം ലക്ഷ്യമിട്ട് വലിയ രീതിയിൽ പ്രവർത്തനം നടത്തിവരുന്ന BJP ക്യാമ്പിന് ഈ വിവാദം ഉണ്ടാക്കിയ ആഘാതം ചെറുതൊന്നുമല്ല. സാംസ്കാരിക രംഗത്തെ പ്രമുഖൻ എന്നതിലുപരി തൃശൂരിലെ ഒരു ഐക്കണായ കലാമണ്ഡലം ഗോപിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുമെന്ന ഭയത്തിലാണ് പാർട്ടി കേന്ദ്രങ്ങൾ. എന്നാൽ ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപിയെ കലാമണ്ഡലം ഗോപി ആശാൻ തന്നെ ക്ഷണിച്ചതോടെ ഇത് ഉയർത്തിക്കാട്ടി പ്രചാരണം നടത്താനാവും ഇനി BJPയുടെ ശ്രമം. പത്മഭൂഷണവുമായി ഉയർന്നു വന്ന വിവാദങ്ങളും പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സാഹചര്യത്തിൽ ഏത് വിധേനയും കാര്യങ്ങൾ അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് BJP പ്രവർത്തകർ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.